ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ചേർന്നിട്ട് 2017 ഫ്രാൻസ്, ബെൽജിയം എന്നീ 2 രാജ്യങ്ങളിൽ പോയിരുന്നു. അപ്പം ആ രാജ്യങ്ങളിൽ പോയതിൻ്റെ വീഡിയോസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അന്നെടുത്ത വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ലൈഫ് ഓഫ് ജോസഫിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളിലേക്ക് നിങ്ങൾ ഏവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് യൂറോപ്യൻ ട്രാവൽ ചെയ്യുന്ന ത്രില്ലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു പ്ലാനും ചെയ്യാതെ പെട്ടെന്ന് ഞങ്ങളൊരു ദിവസം തീരുമാനിച്ചു, എന്നാൽ നമുക്ക് ഫ്രാൻസും ബെൽജിയവും പോയാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ, ബർട്ടിൻ, ഷെറിൻ, കൃഷ്ണൻ, ജോസ്കോ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ച് പോയേക്കാം. ഒരു സുപ്രഭാതി എല്ലാം ബുക്ക് ചെയ്തു. ഡിസ്നി ലാൻഡ് എല്ലാം ബുക്ക് ചെയ്തിട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അട്ടാന്ന് പെട്ടെന്ന് അങ്ങ് പോയി. ഞങ്ങൾ ബ്രസൽസിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അലാറം വെച്ച് എഴുന്നേറ്റ്, പഠിക്കാൻ പോലും അലാറം വെച്ച് എഴുന്നേക്കാത്തവന്മാരൊക്കെ കൂളായിട്ട് എഴുന്നേറ്റ് ബ്രസൽസിലെ ഓരോ സ്ട്രീറ്റും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ ബ്രസൽസിൽ വന്നിട്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ് അറ്റോമിയം. ഇത് 1958 നിർമ്മിച്ചത്. ഇതിന് 102 മീറ്റർ ഉയരമുണ്ട്. പൂർണ്ണമായിട്ടും സ്റ്റീലിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഡിസൈൻ ചെയ്തത് എഞ്ചിനീയറായ ആന്ദ്രേ വാട്ടർകെയിനാണ്. ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഞങ്ങൾ 5 പേരും ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇത് ആറ്റോമിയമാണെന്നും ഇത് 1958 ഇത് ഉണ്ടാക്കിയതെന്നും എന്നൊക്കെ അറിയുന്നത്. ഞങ്ങൾ അതിൻ്റെ ചുറ്റുമൊക്കെ കറങ്ങിക്കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. So welcome to the fastest lift in the whole of Europe in 1958. The height is 92 meters and the speed is 5 meters per second. In just 22 seconds, we have arrived at the summit. ഇത് ഓരോ ആറ്റത്തിൽ നിന്നും മറ്റേ ആറ്റത്തിലേക്ക്, അതായത് ആ മറ്റേ സ്മോൾ ബോൾ ബിൽഡിങ്ങിലേക്ക് പോകുന്ന ഒരു ലിഫ്റ്റാണിത്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും കാണാൻ പറ്റും ഒരു സിറ്റി സെൻറ്റർ. ഇത് ബ്രസൽസിലെ സിറ്റി സെൻറ്ററാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജുകളിൽ ഒന്നായ ഈ സ്ഥലം 11th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. ഇതിൻ്റെ പണി കഴിഞ്ഞതാവട്ടെ 17th സെഞ്ച്വറിയിലും. ഈ കാലഘട്ടത്തിൽ ബ്രസൽസിലെ ഏറ്റവും അട്രാക്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ ഗ്രാൻഡ് പ്ലേസ്. ബ്രസൽസ് കണ്ടതിന് ശേഷം ഞങ്ങൾ ബ്രസൽസിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള ഗെൻഡ് എന്നറിയപ്പെടുന്ന ചെറിയൊരു സിറ്റിയിലേക്ക് ഞങ്ങൾ യാത്രയായി. ബസ്സിലുള്ള ഗൈഡ് ഫ്രഞ്ചിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇത് ഗെൻഡ്, ബ്രസൽസിൽ നിന്ന് 42 കിലോമീറ്റർ അകലെയുള്ള ചെറിയൊരു പ്രദേശം. കൊള്ളായില്ലടാ.
ഗെൻറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് ബ്രൂഷ് എന്ന് പറയുന്ന ബെൽജിയത്തിലെ വേറൊരു സിറ്റിയിലേക്കാണ്. ഇതൊരു തീരദേശ സിറ്റിയാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജുകളിൽപ്പെട്ട വേറൊരു സ്ഥലം കൂടിയാണത്. ഈ പ്രതിമയിലെ കൊച്ചുകുട്ടി മുള്ളിക്കൊണ്ട് നിൽക്കുന്ന ആ കുഞ്ഞു പ്രതിമ, അതിൻ്റെ പുറകിലൊരു ചെറിയ കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പണ്ട് എപ്പോഴോ ആരോ ശത്രുക്കൾ ബ്രസൽസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെടിമരുന്ന് അത് ഇങ്ങനെ ബ്രസൽസിൻ്റെ പുറത്ത് എവിടെയോ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഈ കുട്ടി അത് കണ്ടു. ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടി കണ്ടു. ആ കുട്ടി ആ വെടിമരുന്നിനെ മുള്ളി, അതായത് വെള്ളമില്ലാത്തതുകൊണ്ട് ആ കൊച്ചു മുള്ളി അതിനെ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ബ്രസൽസിനെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കുട്ടിയുടെ ഈ സ്റ്റാച്ചു. നമുക്ക് എവിടെ ബ്രസൽസിൽ പോയാലും, നമുക്ക് ബെൽജിയത്തിൽ എവിടെ ചെന്നാലും ഇത് കാണാൻ പറ്റും. ചെറിയ പ്രൊവിൻസ് ബെൽജിയത്തിലെ, ഞങ്ങളിപ്പോൾ ബ്രൂഷിലാണ്. അവനെപ്പോഴും പെണ്ണുങ്ങളെ വിശ്വസിക്കുന്നത് പെണ്ണാന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ബ്രൂഷ്, ഞങ്ങൾ പോകുന്ന വണ്ടി ഇത് ബ്രൂഷ് കാണാം. ബ്രൂഷിനോട് ബൈ ബൈ. അയ്യോ കണ്ടില്ല, ബൈ ബൈ. ഇത് പാരീസിലേക്ക് ഞങ്ങൾ ബ്രസൽസിൽ നിന്ന് വന്ന ട്രെയിനാണ്. ഓ മൈ ഗോഡ്. പാരീസിൽ ഇറങ്ങുവാണ് കേട്ടോ. പാരീസിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഡിസ്നി ലാൻഡിലേക്ക് യാത്രയായി. ഫ്രഞ്ച് അറിയാത്തതുകൊണ്ട് സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡിസ്നി ലാൻഡിലേക്ക് ഞങ്ങൾ അങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഇറങ്ങിയപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ കണ്ണിട്ട് കാണിച്ച്. എൻ്റെ അമ്മേ, ഞാൻ അതോടെ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ച്. കാരണം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു 2-3 മാസം മുമ്പ് എങ്ങാണ്ടുമാണ് പാരീസിലെ ഭീകരാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വിജിലൻ്റ് ആയിരുന്നു പോലീസുകാരൊക്കെ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, എടുക്കണ്ട, എടുത്ത് പോക്കറ്റ് ഇട്ടോ മോനെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ എടുത്ത് പോക്കറ്റ് ഇട്ടു. പുലി മാറുന്നതായി കാണാം. ഗ്ലാസ്സിലൊക്കെ ഭയങ്കര അഴുക്കായതുകൊണ്ട് എൻ്റെ വീഡിയോഗ്രാഫി സ്കില്ല് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ക്ഷമിക്കണം കേട്ടോ. Marne-la-Vallée, Chessy, Parc Disneyland. Avant de descendre, assurez-vous de ne rien oublier à bord. Please ensure you collect all your belongings before leaving the train. Vergewissern Sie sich vor dem Aussteigen, dass Sie nichts im Zug vergessen haben. അങ്ങനെ പാരീസിലെ ഡിസ്നി ലാൻഡിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഷെറിൻ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ ബർട്ടിൻ, കൃഷ്ണൻ, ജോസ്കോ, പിന്നെ ഞാൻ. കയറാൻ പോവാണ്. Disneyland Paris. ഇവിടൊക്കെ വരാൻ പറ്റുമെന്നോ ഇതെല്ലാം കാണാൻ പറ്റുമെന്നോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഞാനെന്നല്ല, ഞങ്ങൾ ആരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല.
അകത്ത് കയറിയപ്പോൾ തന്നെ ചെറുപറ സെൽഫികളും ഫോട്ടോസൊക്കെ ചന്നം പിന്നെ ഞങ്ങൾ എടുത്തു തുടങ്ങി. കാരണം ഒരു ഷോട്ട് പോലും മിസ് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലം പോലും മിസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഓർമ്മകളാണ്. ഞാൻ കുലിക്കുന്നല്ല, ആ പിള്ളേരാണ് കുലുങ്ങുന്ന. ഡിസ്നിയുടെ സിനിമ കാണുമ്പോൾ കാണുന്ന ആ ലോഗോ ഇല്ലേ, ആ കെട്ടിടം, അത് നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി. കാരണം കാണാനും മാത്രം ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് തന്നെ. നമുക്ക് ഒരു ദിവസം പോരാ അത് കണ്ടു തീർക്കാൻ. മിനിമം ഒരു 3-4 ദിവസമെങ്കിലും വേണം എല്ലാ റൈഡിലും കയറാനും എല്ലാം. അത്രയ്ക്കും അടിപൊളിയാണ്. ഡിസ്നി സ്റ്റുഡിയോസാണിത്. ഇത് മൂവീസിലൊക്കെ കാണുന്ന പോലെയുള്ള സ്റ്റണ്ട് രംഗങ്ങൾ അവർ നമ്മളെ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരും. എന്താ അതെന്താ പിന്നെ ഞങ്ങൾ പോയത് പാരീസിലെ മ്യൂസിയത്തിലാണ്. മ്യൂസിയം ദ ലോവ്ർ എന്നറിയപ്പെടുന്ന ആ മ്യൂസിയത്തിലാണ് ഫേമസ് ആയ വിശ്വവിഖ്യാതമായ പെയിൻറ്റിങ് മോണാലിസ ഉള്ളത്. അത് കാണാൻ ജനത്തിരക്കാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറാൻ പോവാണ്. ഭയങ്കര തണുപ്പാണ്, കൈയൊക്കെ മരവിക്കുക. മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഒരു കാര്യമാണ് മമ്മി. അത് ഈജിപ്തിൽ നിന്ന് അവർ കൊണ്ടുവന്നാണ്. അത് അതുപോലെ തന്നെ എങ്ങനെയാണ് ബോഡി അടക്കിയത് അതുപോലെ തന്നെ കൊണ്ടുവച്ചേക്കാണ്. സ്റ്റഫൊക്കെ ചെയ്തേക്കുന്ന സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട്. മ്യൂസിയത്തിൽ നിന്നും ഞങ്ങൾ പോയത് ഈഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. ലോക മഹാത്ഭുതങ്ങളിലൊന്ന്. അത് നേരിട്ട് കാണുമ്പോഴുള്ള ആ ഫീല് അത് അൺബിലീവബിൾ ആണ്. ഞങ്ങൾ എന്നിട്ട് ആ ടവറിൻ്റെ മുകളിൽ കയറി.
അത് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ലോങ് ടൈം ക്യൂ നിന്ന്. കാരണം അതുപോലെ ആൾക്കാർ വെയിറ്റിംഗ് ആണ് അത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു 3 മണിയായപ്പോൾ ഞങ്ങൾ നിന്നിട്ട് വൈകുന്നേരം ഒരു 7 മണി 8 മണിയായപ്പോഴാണ് മേളിൽ കയറിയത്. കൃഷ്ണ നീ വാടാ. ഇത് ഞങ്ങളിപ്പോൾ പാരിസ് ടവറിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ആ സിറ്റിയുടെ ആ ഭംഗിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓ മൈ ഗോഡ്, ഓ ആ മാൻ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.